ഈ തിരഞ്ഞെടുപ്പിൽ LDF തോൽക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഏതാണ്? മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെ മതാചാരങ്ങൾ നടത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കും. അതെ, വെള്ളാപ്പള്ളി നടേശൻ എന്ന കേരള തൊഗാഡിയെ അതിരുകടന്ന് സ്നേഹിച്ചതിന് മതേതര കേരളം LDFന് നൽകിയ അത്യുഗ്രൻ മറുപടിയാണ് കേട്ടോ ഈ തോൽവി. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനു കാരണം ഈഴവ വോട്ടുകൾ BJPയിലേക്ക് പോയതെന്നായിരുന്നു CPM വിലയിരുത്തൽ. അത് തിരിച്ചുപിടിക്കാനുള്ള തിരുത്തൽ പക്ഷേ അതിരുകടന്നുപോയി എന്നതാണ് സത്യം. വർഗീയ പരാമർശങ്ങൾ നിരന്തരം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ അതിരുവിട്ടു താങ്ങുന്ന നിലപാടാണ് സർക്കാരും പാർട്ടിയും സമീപകാലത്ത് സ്വീകരിച്ചു പോന്നിരുന്നത്. ഇന്ന് മുസ്ലിങ്ങളെ ഭയന്നാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ പോലെ ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത്. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവിടെ മതാചാരങ്ങൾ നടത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കും. ജനാധിപത്യം എവിടെ ഇരിക്കുന്നു? അവിടെ മതാധിപത്യമാണ്. അവിടെ ദുബായി പോയി കാണുമ്പോഴാണ് അവിടെയുള്ള പ്രസംഗമാണ്. ഷാജിയുടെ പ്രസംഗം കേട്ടാൽ അയാൾ പാകിസ്ഥാൻ്റെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. പാകിസ്ഥാൻ്റെ സ്വഭാവവും മുഖഭാവവും ആ സ്റ്റൈലും. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി തൻ്റെ കാറിൽ കൂടെ കൂട്ടിയതും അദ്ദേഹത്തിൻ്റെ അധിക്ഷേപങ്ങളെ തള്ളിക്കളയാതിരുന്നതും ഇടതുപക്ഷത്തിൻ്റെ മതേതര വോട്ടർമാരിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയത്. എന്തിനു പറയുന്നു, ഈഴവരിൽ പോലും കടുത്ത അമർഷമാണ് കേട്ടോ അതുണ്ടാക്കി വെച്ചതും. വെള്ളാപ്പള്ളിയുടെ വർഗീയ നിലപാടുകളെ സർക്കാർ ന്യായീകരിക്കുന്നു എന്ന തോന്നൽ സാധാരണക്കാരിൽ പോലും ഉണ്ടായി. ബലമോ വെള്ളാപ്പള്ളിയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഈഴവ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് വന്നതുമില്ല. പകരം മതേതര വോട്ടുകൾ അപ്പാടെ ഇടതുപക്ഷത്തു നിന്നും ഒലിച്ചു പോവുകയും ചെയ്തു. മലപ്പുറത്തെക്കുറിച്ചും ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുമുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾക്കുള്ള സർക്കാർ പിന്തുണ മുസ്ലിം മതന്യൂനപക്ഷത്തെ ഇടതുപക്ഷത്തു നിന്നും അകറ്റിയത് ചെറുതായി ഒന്നുമായിരുന്നില്ല. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിലെ ജനവിധി അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു മണ്ഡലം തവനൂരിലേതാണ്. വെള്ളാപ്പള്ളി എഫക്റ്റ് മതേതര കേരളത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ മണ്ഡലം കൂടിയാണിത്. കാരണം KT ജലീലിൻ്റെ പരാജയവും VS ജോയിയുടെ ഉജ്ജ്വല വിജയവും കേവലം ഒരു സീറ്റുമാറ്റം മാത്രമല്ല കേട്ടോ. മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടത്തിയ വിഷലിപ്തമായ പ്രസ്താവനകളെ ന്യായീകരിക്കാൻ പത്രസമ്മേളനം വിളിച്ച ജലീലിനോടുള്ള ജനങ്ങളുടെ മറുപടി കൂടിയായിരുന്നു അത്. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ തവനൂരിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള VS ജോയിയെ വിജയിപ്പിച്ചതിലൂടെ മലപ്പുറം വിദ്വേഷ രാഷ്ട്രീയത്തിന് കനത്ത മറുപടി നൽകിയിരിക്കുകയാണ്. വിറയ്ക്കുന്ന കൈകളോടെ വിജയവാർത്ത എഴുതേണ്ടി വരുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ച ജലീലിനേറ്റ കടുത്ത പ്രഹരം കൂടിയായിരുന്നു ആ വിധി. അതിലുപരി വിദ്വേഷ പ്രചാരകർക്ക് കുടപിടിക്കുന്നവർക്ക് ജനകീയ കോടതി നൽകിയ ശിക്ഷയാണത്. ഇടതുപക്ഷം വെള്ളാപ്പള്ളിക്ക് പിന്നാലെ പോയപ്പോൾ UDF തങ്ങളുടെ അടിത്തറയായ നായർ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ ഭദ്രമാക്കി. NSSന്റെ ശരിദൂരം കൃത്യമായി UDFന് അനുകൂലമായി മാറുകയും ചെയ്തു. എന്റെ ആഗ്രഹം ഒരാൾ മൂക്കുകയറിടരുതെന്ന. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം. K. കരുണാകരനു ശേഷം ഒരു നായർ മുഖ്യമന്ത്രി എന്ന NSSന്റെ ആഗ്രഹം നായർ കുടുംബങ്ങളിലേക്ക് കൃത്യമായി എത്തിയതും തിരഞ്ഞെടുപ്പിൽ നന്നായി തന്നെ പ്രതിഫലിച്ചിട്ടുണ്ട്. സതീശൻ ഒരു അഹങ്കാരത്തിന്റെ ആൾരൂപമുണ്ട്. ഇത്തരം തറപറ പറയുന്ന നിലവാരമില്ലാത്ത, പരോക്ഷമായിട്ട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കരുതുന്നു. അതേസമയം VD സതീശനെ ജോക്കർ എന്ന് വിളിച്ചും UDF വന്നാൽ മാറാട് ആവർത്തിക്കുമെന്ന് ഭയപ്പെടുത്തി വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവനകൾ ജനങ്ങൾ പുച്ഛിച്ചു തന്നെ തള്ളി. സതീശനെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിയുടെ നിലപാടിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകി എന്നു വേണം തന്നെ കരുതാൻ. ചുരുക്കത്തിൽ വർഗീയതയെ പ്രീണിപ്പിച്ചും സമുദായ നേതാക്കളെ അമിതമായി വിശ്വസിച്ചും മുന്നോട്ടു പോയ ഇടതുപക്ഷത്തിന് കാലം കാത്തുവച്ച തിരിച്ചടിയാണിത്. വെള്ളാപ്പള്ളിയെ താങ്ങിയത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തെന്ന് ഈ ബലം തെളിയിച്ചിരിക്കുന്നു.